നമസ്കാരം. ഞാൻ റേക്കി മാസ്റ്റർ രാജേഷ് രാജൻ ബ്രഹ്മലെ ആയുർവേദ ക്ലിനിക് ആൻഡ് വെൽനസ് സെന്റർ ചാലക്കുടി ഡയറക്ടറാണ്. ഞാനൊരു അക്യൂപ്രഷർ തെറാപ്പിസ്റ്റ് കൂടിയാണ്. ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ കയ്യിലുണ്ടാവുന്ന തരിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് കാർപ്പൽ ടണൽ സിൻഡ്രോം. ഇത് സാധാരണ കണ്ടുവരുന്നത് കമ്പ്യൂട്ടറിൽ അധികം നാൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് ഇങ്ങനെ കൈ പിടിച്ച് ടൈപ്പ് ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ ബൈക്ക് സ്ഥിരം ഓടിക്കുന്ന ആൾക്കാർക്ക്. അപ്പോഴും നമ്മുടെ കൈയുടെ ഈ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. ഇത് എന്താ സംഭവം, ഇവിടെ ഒരു മീഡിയൻ നെർവുണ്ട്. ഇത് കംപ്രസ് ആകുമ്പോഴാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന അസുഖം വരുന്നത്. അത് നമുക്ക് കയ്യിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും അതിൻ്റെ തരിപ്പ് വരുന്നത്. അത് എങ്ങനെ അക്യൂപ്രഷറിലൂടെ നമുക്ക് മാറ്റാമെന്നാണ് ഞാൻ പറഞ്ഞത് തന്നെ. അപ്പോൾ അതിനായി നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ ഇങ്ങനെ തപ്പി നോക്കാം. ഇവിടെ ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ ഒരു വേദന ഉള്ളൊരു പോയിന്റ് കിട്ടും. ഈ വേദന ഉള്ള പോയിന്റിൽ രണ്ട് സൈഡിൽ തപ്പി നോക്കിക്കോ. പല ആൾക്കാർക്ക് ഇപ്പുറത്തുണ്ടോ അപ്പുറത്തുണ്ടോ. അപ്പോൾ ഇതിങ്ങനെ 1, 2 അല്ലെങ്കിൽ 2, 3 മിനിറ്റ് ആ വേദന ഉള്ള ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇത് രണ്ട് കൈയിലും അങ്ങനെ ചെയ്യുക. വേദന സഹിച്ചുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുക. ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യരുത്. പിന്നെ ഇത്ര പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ ഇവിടെ നമുക്കൊരു എല്ലുണ്ട്. ഈ എല്ലിനും ഇത് കൈപ്പത്തി അവസാനിക്കുന്ന ഇടയിൽ ഈ സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ ഈ ബ്രൗൺ തൊലിയിൽ ഇങ്ങനെ പ്രസ് ചെയ്യാം. ഇവിടെയും 1, 2 മിനിറ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ റൊട്ടേറ്റ് മോഷൻ ചെയ്യുക, അങ്ങനെ പമ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കയ്യിലും ഈ എല്ലിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്, നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ച് ഇവിടെ തന്നെ തമ്പ് ലൈനിൽ ഈ സൈഡിൽ ഇവിടെ നോട്ടൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത്, അതായത് തമ്പിൻ്റെ ലൈനിൽ ഇങ്ങനെ പിടിച്ച് ഇവിടെ പ്രസ് ചെയ്യാം. ഈ കുഴിയിൽ തന്നെ അവിടെ നല്ല ഒരു വേദന ഉണ്ടാവും. ഈ വേദന സഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പ്രസ് ചെയ്യാം. ഇവിടെ 1, 2 മിനിറ്റൊക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കൈക്കൂടെയൊക്കെ എന്തൊക്കെ ഒഴുകുന്ന പോലെയൊക്കെ തോന്നും. അത് രണ്ട് കൈയിലും ചെയ്യാം. ഇങ്ങനെ ഒരു 5-6 ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ തരിപ്പ് പൂർണ്ണമായിട്ട് മാറും. പിന്നെയും കുറേ നാൾ നമ്മൾ ഇത് ബൈക്ക് ഓടിക്കുക കമ്പ്യൂട്ടറിലിരിക്കുമ്പോൾ വീണ്ടും സ്വാഭാവികമായിട്ട് കംപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട്. വീണ്ടും ഇങ്ങനെ അപ്പോൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് പൂർണ്ണമായിട്ട് ആശ്വാസം കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.